സാധാരണ പെട്രോൾ കാറുകളെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന 15,000 രൂപയിൽ താഴെ മാത്രം ചിലവുള്ള പുതുപുത്തൻ സാങ്കേതിക വിദ്യയായ എഥനോൾ കൺവേർഷൻ കിറ്റുകൾ വ്യാപകമാക്കാനൊരുങ്ങി ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സാധാരണ പെട്രോൾ കാറുകളിൽ മാറ്റമൊന്നും വരുത്താതെ തന്നെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളാക്കാൻ സാധിക്കുമോ? അതും വെറും 15,000 രൂപയ്ക്കുള്ളിൽ. അത് സാധ്യമാക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. നിലവിൽ എഥനോൾ ഇന്ധനത്തിന്റെ പ്രചരണത്തിനായി കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന നീക്കങ്ങൾക്ക് പിന്തുണയേകുന്ന സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പെട്രോൾ വാഹനങ്ങളെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളാക്കാൻ കഴിയുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യ എഥനോൾ കൺവേർഷൻ കിറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നിലവിലുള്ള പെട്രോൾ കാറുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി എഥനോൾ അടങ്ങിയ ഇന്ധനങ്ങൾ വാഹനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതിനായി സഹായകരമായ എഥനോൾ കൺവേർഷൻ കിറ്റുകൾ രാജ്യത്ത് പ്രാദേശികമായി വികസിപ്പിക്കാനുള്ള നീക്കമാണ് നടന്നുവരുന്നത്. ഇന്ത്യൻ ഷുഗർ ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അഥവാ ISMA മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പ്രകാരം എഥനോൾ കൺവേർഷൻ കിറ്റുകൾ പ്രാദേശികമായി നിർമ്മിക്കാനായാൽ അതിന്റെ വില ഏകദേശം 15,000 രൂപയ്ക്കുള്ളിൽ തന്നെ നിയന്ത്രിക്കാനാകുമെന്നാണ്. ഇത് സാധാരണ വാഹന ഉടമകൾക്ക് വലിയ സാമ്പത്തിക ഭാരമില്ലാതെ ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യയിലേക്ക് തങ്ങളുടെ വാഹനത്തെ മാറ്റാനുള്ള അവസരമാണ് തുറന്നു നൽകുന്നത്. ഇന്ത്യയിൽ നിലവിൽ പെട്രോളിൽ എഥനോൾ ചേർക്കുന്ന പദ്ധതി വ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉയർന്ന ശതമാനം എഥനോൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ധനാശ്രിതത്വം കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കാനുമാണ് രാജ്യം ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത്. E85, E100 പോലുള്ള ഇന്ധന യുഗത്തിലേക്കാണ് രാജ്യം കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത്. എന്നാൽ നിലവിലുള്ള പെട്രോൾ കാറുകൾ നേരിട്ട് ഉയർന്ന എഥനോൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ രൂപകൽപ്പന ചെയ്തവയല്ല. അതിനാൽ തന്നെ അത്തരം വാഹന ഉപയോക്താക്കൾക്കിടയിൽ എഥനോൾ കലർത്തിയ ഇന്ധനത്തെ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിക്കുകയാണ്. അത്തരം ആശങ്കകൾക്ക് പരിഹാരമെന്നോണമാണ് കൺവേർഷൻ കിറ്റുകൾ രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്. എഥനോൾ കൺവേർഷൻ കിറ്റുകൾ വാഹനങ്ങളുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചാണ് പ്രവർത്തിക്കുക. ഇന്ധനത്തിലെ എഥനോളിന്റെ അളവ് തിരിച്ചറിഞ്ഞ് എഞ്ചിനിലേക്ക് പോകുന്ന ഇന്ധനത്തിന്റെ അളവും കത്തുന്ന രീതിയും സ്വയം ക്രമീകരിക്കുന്നതാണ് എഥനോൾ കൺവേർഷൻ കിറ്റുകളുടെ പ്രധാന സാങ്കേതിക വിദ്യ. ഇതിനു പുറമെ ഫ്യൂവൽ സെൻസർ, ഇന്ധന ഇഞ്ചക്ഷൻ ക്രമീകരണം, സ്റ്റാർട്ടിംഗ് സഹായ സംവിധാനം, കൊറോഷൻ പ്രതിരോധ ഭാഗങ്ങൾ, എഞ്ചിൻ ടൈമിംഗ് ക്രമീകരണം എന്നിവയ്ക്കും ഈ സാങ്കേതിക വിദ്യ സഹായകരമാകും. ഇതിലൂടെ ഒരു വാഹനം പെട്രോൾ, എഥനോൾ അല്ലെങ്കിൽ ഇവയുടെ മിശ്രിതം എന്നിവയിൽ ഏത് ഇന്ധനത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനമായി മാറുന്നു. വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ എഥനോൾ കൺവേർഷൻ കിറ്റുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ E20 മുതൽ E85 വരെയുള്ള ഇന്ധനങ്ങളിൽ വിജയകരമായി പ്രവർത്തിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അടുത്തിടെ IIT ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടത്തിയ പരീക്ഷണങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകളില്ലാതെ പ്രവർത്തനം സാധ്യമാക്കിയതായാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ നിലവിലുള്ള BS4, BS6 വാഹനങ്ങൾക്കും ഈ സാങ്കേതിക വിദ്യ അനുയോജ്യമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഈ സാങ്കേതിക വിദ്യ പരീക്ഷണ ഘട്ടത്തിലാണ്. പുതിയ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ വാങ്ങുന്നതിനെ അപേക്ഷിച്ച് നിലവിലുള്ള വാഹനങ്ങളിൽ കിറ്റ് സ്ഥാപിക്കുന്നത് വളരെ ചെലവ് കുറഞ്ഞ മാർഗമാണ്. ഏകദേശം 15,000 രൂപയ്ക്കുള്ളിൽ പെട്രോൾ വാഹനത്തെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളാക്കി മാറ്റാനാവുമെങ്കിൽ ലക്ഷക്കണക്കിന് പെട്രോൾ വാഹന ഉടമകൾക്ക് അത് പ്രയോജനകരമായി തീരും. ഇത് രാജ്യത്തിന്റെ പുതു ഇന്ധന നയത്തെ പിന്തുണയ്ക്കുന്നതിന് സഹായകരമായി തീരും. വാർത്തയുടെ നിറം തേടി തനിനിറം.